ഗുഡ് ഈവനിങ് ആൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. മെഡിക്ലെയിം എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആകുമ്പോഴുള്ള സമയങ്ങൾ, ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആവുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഏത് ഹോസ്പിറ്റൽ അപ്പം നമ്മൾ ഒരുവിധം ഈ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആവുന്ന സമയത്ത് നമുക്ക് മിക്കവാറും എല്ലാ ആൾക്കാരുടെ ആവശ്യം ക്യാഷ്ലെസ് ഫെസിലിറ്റി കിട്ടുക എന്നുള്ളതാണ്. ക്യാഷ്ലെസ് ഫെസിലിറ്റി കിട്ടണം. അതിനുവേണ്ടി നമ്മൾ മെഡിക്ലെയിം എടുക്കുന്നത്. കാരണം നമ്മൾ ആ സമയത്ത് പൈസ പറ്റി ചിന്തിക്കാനോ അതിനെപ്പറ്റി വറീഡ് ആവാനോ അതിന്റെ വേവലാതിയിലോട്ട് പോകാൻ നമുക്ക് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ പോവുക എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹം. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയരുത്. അപ്പൊ ഇപ്പൊ കുറെ സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പം ഒരു കമ്പനിയായിട്ട് പല എല്ലാ ഹോസ്പിറ്റലിലും ഇവിടെ തന്നെ ഇപ്പൊ നമ്മുടെ സ്റ്റാർക്കത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന കമ്പനി ഒരുപാട് ഒരുവിധം മെയിൻ ഹോസ്പിറ്റൽസ് എല്ലാം കവറിങ് ആണ്. അങ്ങനെ ഒരു ഗുണം ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാല് നമ്മള് ചെന്ന് കഴിയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ നമ്മുടെ ക്ലെയിം അവർ തന്നെ രജിസ്റ്റർ ചെയ്തു തരും. അതിനുള്ള വിങ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു കോൺട്രാക്ട് കൂടെ ഉണ്ട്. ഇപ്പൊ എങ്ങനെ ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നമ്മളെ പോളിസി നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ കാർഡ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അവർ തന്നെ ക്ലെയിം രജിസ്റ്റർ ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി കാര്യങ്ങൾ. കാരണം നമ്മളിവിടുന്ന് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അവർ തന്നെ ചെയ്തു തരും. അവർ തന്നെ ബാക്കിയുള്ള പേപ്പർ അയച്ചോളും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ക്ലെയിം രജിസ്ട്രേഷൻ വളരെ സിമ്പിളാണ്. പണ്ടൊക്കെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുമായിരുന്നു ക്ലെയിം രജിസ്ട്രേഷൻ. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ സീനിയർ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ക്ലെയിം രജിസ്റ്റർ ചെയ്യും. ഇപ്പൊ അതുപോലും ഇല്ലാത്ത അത്ര ട്രാൻസ്പെറന്റ് ആണ് ഓരോ കാര്യങ്ങൾ. ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, ചെന്നാൽ മാത്രം മതി. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ചില 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 അസുഖങ്ങൾക്ക് ചില എക്സ്ക്ലൂഷൻ വരും. ഇപ്പൊ ഹെർണിയ, ഹൈഡ്രോസിൽ, പിത്താശയക്കല്ലുകള്, പൈൽസ്, കാറ്ററാക്ട്, ഇങ്ങനെ ചില അസുഖങ്ങളെല്ലാം സപ്രസ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളാണ്. സപ്പോസ് എനിക്കൊരു ഹെർണിയ ഉണ്ടായിരുന്നു, അത് ഞാൻ ഓപ്പറേഷൻ ചെയ്തു. അപ്പൊ നമ്മൾ കൊണ്ടു നടക്കാൻ പറ്റുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട്. കുറെ അസുഖങ്ങൾ ഞാൻ ഒരു 1 വർഷം കഴിഞ്ഞിട്ടാണ് അത് ഓപ്പറേഷൻ ചെയ്യുന്നത്, ഹെർണിയ. അപ്പം ആ കൊണ്ടു നടക്കാൻ പറ്റുന്ന അസുഖങ്ങൾക്ക് ചില എക്സ്ക്ലൂഷൻ വരുന്നുണ്ട്. ഒരുവിധം ക്ലെയിം ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ പേപ്പേഴ്സ് ശരിയാക്കി ഒരു ഡോക്യുമെന്റേഷൻ സമയം 30 ദിവസം, അതാ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ അത് ചാലു ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലെയിം കിട്ടും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുക. ക്ലെയിം കിട്ടുന്നതും ക്ലെയിം എടുക്കുന്നതും എല്ലാം വളരെ സിമ്പിൾ ആണ്. നമ്മൾ അതിനെപ്പറ്റിയൊന്നും ഫുള്ള് വറീഡ് ആവേണ്ട കാര്യമില്ല. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഏജൻസിൻ്റെതും ബാക്കി നമ്മുടെ ചോദിച്ചറിയാവുന്ന കാര്യങ്ങൾ, നമ്മുടെ ഇതെല്ലാം ചോദിച്ചറിയാവുന്ന കാര്യങ്ങളുടെ സിമ്പിളാണ് കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.